പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ഈ വചന ശുശ്രൂഷ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ നിറയുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിൻ്റെ വചനത്തെ ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും, വചനം നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലെല്ലാം ആശ്വാസവും സൗഖ്യവും അനുഗ്രഹവും നൽകുന്നതിന് വേണ്ടി കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് പുതിയ ബോധ്യങ്ങളും ചൈതന്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ടൊരു വചനം പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്നു, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. എങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെക്കുറിച്ച് അടുത്ത വചനത്തിൽ പറയുന്നത്, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്. അതിനാൽ തന്നെ നമ്മുടെ ഈ ശരീരം കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. കർത്താവിൻ്റെ വിലയ്ക്ക് വാങ്ങപ്പെട്ട ശരീരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് നമുക്കെപ്പോഴും ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് എന്തായിരിക്കണം എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതോടും വരെ ഞാൻ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്, ഈ ശരീരം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ, മരിക്കുമ്പോൾ, ഈ ശരീരം വെറും മണ്ണിൽ കുഴിച്ചിട്ട് പുഴുവിന് ആഹാരമായി തീരേണ്ടതല്ല. മറിച്ച് ഈ ശരീരം വിശുദ്ധമാകേണ്ടതാണ്. പുഴു തിന്നാത്ത ശരീരം തിരുശേഷിപ്പായി മാറും. അപ്പം നമ്മുടെയൊക്കെ ശരീരത്തെ തിരുശേഷിപ്പാക്കി മാറ്റാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ ശരീരത്തെ നമുക്ക് കാണാനും സ്വീകരിക്കാനൊക്കെ. പിള്ളേരൊക്കെ തീയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ കൊച്ചിനോട് അമ്മ പറഞ്ഞു കൊടുക്കും, നീ തീയിൽ തൊട്ട് കളിക്കരുത്. ഇതുപോലെ നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ ശരീരത്തെ കാണിച്ചിട്ട് കർത്താവ് പറയും, ഈ ശരീരത്തെ പിശാചിന് തൊടാനായിട്ട് കൊടുത്ത് നീ കളിക്കരുത്. ഈ ശരീരം ഇത് ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച ശരീരമാണ്. ഈശോയുടെ കുരിശിൽ തറയ്ക്കപ്പെട്ട ശരീരം, കുരിശിൽ ചിന്തപ്പെട്ട ശരീരത്തിലെ രക്തം, യേശു പീഡാസഹനത്തിൽ ശരീരത്തിലേറ്റ മുറിവുകൾ ഓരോന്നും, ഈ മുറിവുകൾ ഓരോന്നും എനിക്ക് പറഞ്ഞു തരുന്നത്, എൻ്റെ ശരീരത്തിൽ നീ കാണുന്ന ഈ മുറിവ്, ആ മുറിവ് നിൻ്റെ ശരീരത്തെ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചതിൻ്റെ അടയാളമാണ്. അതിനാൽ എൻ്റെ ശരീരത്തിലെ മുറിവാണ് നിൻ്റെ ശരീരത്തിൻ്റെ വില. അതിനാൽ നീ ഒരിക്കലും നിൻ്റെ ശരീരത്തെ ദുർവൃത്തിക്ക്, പാപത്തിന്, ജഡികമായ പ്രവണതയ്ക്ക്, ദുശീലത്തിൻ്റെതായ പ്രവൃത്തിക്ക് നീ നിൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത് എന്ന് മനസ്സിലാക്കണം. ശരീരത്തിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. അതിൻ്റെ പ്രത്യേകത മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ അവിടെ
യേശു 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിച്ചുകൂട്ടി. ഇങ്ങനെ ഓർപ്പിക്കും, യേശു മരുഭൂമിയിൽ. ഇപ്പം നമുക്കറിയാം മരുഭൂമിയുടെ പ്രത്യേകത. മരുഭൂമിക്ക് സാധാരണ പറയുമ്പോൾ നമ്മൾ 3 പ്രത്യേകതകളാണ് മനസ്സിലാക്കുന്നത്. 1, ഒന്നും കിട്ടിയല്ലാത്ത സ്ഥലം. 2, ആരും സഹായിക്കാനില്ലാത്ത സ്ഥലം. 3, വഴി അറിയാത്ത സ്ഥലം. ഇനി ഈ 3 കാര്യങ്ങളുടെ പ്രത്യേകതയുള്ള മരുഭൂമിയിൽ പെട്ടുകഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലൊരവസ്ഥ വന്നാൽ ആരും സഹായിക്കാനില്ലാത്ത, ഒന്നും കിട്ടിയാലാത്ത, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നും കിട്ടിയാലാത്ത, വഴിയറിയാത്ത ഒരു സ്ഥലത്ത് പെട്ടുകഴിഞ്ഞാൽ ആ പെടുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഒറ്റ ചിന്തയുള്ളൂ, ദൈവമേ. അവൻ അറിയാതെ വിളിക്കും, ദൈവമേ, അങ്ങ് മാത്രമാണ് എൻ്റെ തുണ, അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇതാണ് അങ്ങനെ മരുഭൂമിയിലായിരിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ വചനം ഇവിടെ പറയാണ്, യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. അതിൻ്റെ അർത്ഥം യേശു പൂർണ്ണമായിട്ടും പിതാവിൽ ആശ്രയിച്ച് പിതാവിനെ കണ്ട് ജീവിച്ചു. അങ്ങനെ ജീവിച്ച യേശു അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രലോഭകനായ സാത്താൻ വന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അവൻ ഏറ്റവും ആദ്യം എടുത്ത പരീക്ഷണം അത് ശരീരത്തിൻ്റെ മേഖലയിൽ പരീക്ഷണമാണ്, അപ്പത്തിൻ്റെ മേഖലയിൽ പരീക്ഷണമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഓരോ ദിവസവും കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടതും എല്ലാം ഈ ശരീരത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്നു, ശരീരം, ഈ ശരീരത്തിൻ്റെ ഭക്ഷണം, ശരീരത്തിൻ്റെ കാര്യം, ഇതാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും പ്രാധാന്യം നൽകുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നതും ശരീരത്തിൻ്റെ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രലോഭകനായ സാത്താൻ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേഖലയിൽ പരീക്ഷ കൊണ്ടുവരും. അപ്പോൾ ശരീരത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവരുന്ന പരീക്ഷണത്തെ, പ്രലോഭനത്തെ, പ്രേരണയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വചനം മനുഷ്യൻ സഹായിക്കുന്നത്. ശരീരത്തിന് ഇച്ഛകൾ, ശരീരത്തിൻ്റെ പ്രവണതകൾ, ശരീരത്തിൻ്റെതായ ആഗ്രഹങ്ങൾ, ഇതിനെ നിഹനിക്കാൻ, ഇതിനെ ഇല്ലാതാക്കാൻ അതിന് കർത്താവിൻ്റെ വചനം സഹായിക്കും. അതുകൊണ്ടാണ് യേശു ആ വചനം എടുത്ത് ഉപയോഗിച്ചത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു തരികയാണ്, ശരീരത്തിൻ്റെ മേഖലകളെ അതിജീവിക്കാൻ, ആ പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കാൻ കർത്താവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഞാനും നിങ്ങളും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തിൻ്റെ മേഖലയിൽ പിശാച് ഉണ്ടാക്കുന്ന പരീക്ഷണം, അതിൽ എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ മേഖലയിലെ പരീക്ഷണത്തെയാണ് ആസക്തി എന്ന് പറയുക. ആസക്തി എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹം. അപ്പം ശരീരത്തിൻ്റെ മേഖലകളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹം. ശരീരത്തിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ കണ്ണിൻ്റെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ദുശീലത്തിൻ്റെ ആസക്തി. ഇപ്പം ഇങ്ങനെ 3 വിധത്തിലുള്ള ആസക്തികളുണ്ട്. ഈ ആസക്തി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പിശാച് എന്നെ പ്രലോഭിപ്പിച്ച് പാപത്തിൽ കൊണ്ടുവരും. നമുക്കറിയാം, ഏറ്റവും ആദ്യം പിശാചിന് എൻട്രി കൊടുത്തത് അപ്പത്തിൻ്റെ മേഖലയിലാണ്, ശരീരത്തിൻ്റെ മേഖലയിലാണ്. അതാണ് ആദത്തോടും ഹവ്വായോടും പറുദീസായിൽ ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ പഴം. അത് കണ്ണുകൾക്ക് കൗതുകമുള്ളതും നോട്ടത്തിൽ ഇമ്പമുള്ളതൊക്കെ ആയിരുന്നു. അതിന് ഒത്തിരി വർണ്ണം, അതിനെക്കുറിച്ച് വളരെ ആകർഷകമായ രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ പിശാച് ഇങ്ങനെ ശരീരത്തിൻ്റെ മേഖലകളിൽ, ആ മേഖലകളിൽ പാപത്തെ വീഴിക്കാനായിട്ട് പ്രേരണ കൊണ്ടുവരും. അപ്പോൾ അവിടെ അപ്പം, ശരീരം വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അവിടെയാണ്
സാത്താൻ ഹവ്വയെ ഈ പഴം കാണിച്ച് പ്രേരിപ്പിച്ച് ശരീരത്തിൻ്റെ മേഖലയിൽ പാപം ചെയ്യാൻ ഇടയായിത്തീർന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്ന രണ്ട് ശരീരത്തിൻ്റെ മേഖലകളിലെ പ്രലോഭനം. ഒന്ന് ജഡത്തിൻ്റെതായ ആസക്തികളാണ്. ലൈംഗിക മേഖലകളിലെ വിശുദ്ധിക്കുറവ്, ലൈംഗിക മേഖലകളിലെ അശുദ്ധി വളരെയധികം ഇന്ന് യുവതീ-യുവാക്കന്മാരെ എല്ലാം പാപത്തിലേക്ക് നയിക്കാൻ പ്രലോഭിപ്പിക്കുകയാണ്. ഒരു യുവതി, ഒരു കന്യക എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഈ ശരീരം ഏറ്റവും വിലപ്പെട്ടൊരു ഖനിയാണ്. ഈ വിലപ്പെട്ട ഖനി ലോകത്തിലെ സകല മനുഷ്യർക്കും അത് വിലക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഈ വിലപ്പെട്ട ഖനി എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനായ കർത്താവ് തരുന്നത്. അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ്. എങ്ങനെയുള്ള ഭർത്താവ്? വിവാഹമെന്ന കൂദാശയിലൂടെ ആരംഭിക്കുന്ന വിവാഹ ബന്ധത്തിൽ ആ ഭർത്താവിന് മാത്രമുള്ളതാണ് എൻ്റെ വിലപ്പെട്ട ഖനി, ബാക്കിയുള്ളവർക്കെല്ലാം ഇത് വിലക്കപ്പെട്ടതാണ് എന്ന് ചിന്തിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ ഒരു സ്ത്രീക്ക്, ഒരു പുരുഷന് ജീവിക്കാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ പ്രലോഭനവുമായിട്ട് വരുന്നത് ഈ ശരീരത്തിൻ്റെ മേഖലയിലെ, ലൈംഗിക മേഖലകളിലെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതിനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളർന്നു വരുന്ന യുവതീ-യുവാക്കന്മാരെല്ലാം ഇതിന് വലിയൊരു വില കാണാതെ, അപ്പോൾ ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ജഡിക സുഖത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ പാപത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് മടി കാണിക്കാത്ത ഒരു സമൂഹം, ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലെ ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കന്മാർക്ക് മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇന്ന് മനസ്സിലാക്കുന്നത്, പല വിധത്തിലുള്ള ഈ തെറ്റായ ബന്ധങ്ങളും തെറ്റായ പ്രേമങ്ങളും തെറ്റായ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പുകളും, ഇത് ഇന്ന് ശരീരത്തിൻ്റെ മേഖലകളിൽ വളരെയധികം പിശാച് പ്രവർത്തിക്കാനായിട്ട് ഇടം കൊടുക്കുകയാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് പറയുന്ന വചനത്തിലൂടെ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ശരീരം കർത്താവിന് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ബോധ്യമുണ്ടാണ്. സ്നേഹമുള്ളവർ, ഈ ഭൂമിയിൽ 12 വർഷം ജീവിച്ചുള്ളൂ. ജീവിച്ച 12 വർഷം പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ചു. അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച ആ മകളെ തിരുസഭ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. ആ മകളുടെ പേരാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. ഈ മരിയ ഗൊരേത്തി പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് കാരണം അവളുടെ അമ്മ ഓർമ്മ വെച്ച നാൾ മുതൽ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. മോളെ, നീ മരിച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം വേദനയുണ്ടാകും. എന്നാൽ നീ പാപം ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റിയല്ല. ഒരമ്മയ്ക്ക് മകളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അമ്മ പാപം ചെയ്യാതെ ജീവിച്ച വ്യക്തിയായിരിക്കണം. പാപം ചെയ്യാതെ ജീവിക്കുന്ന അമ്മയ്ക്ക് മകളോട് പാപം ചെയ്യരുത് എന്ന് പറയാൻ പറ്റുള്ളൂ. പുകവലിക്കാത്ത അപ്പനെ മകനോട് പുകവലിക്കരുത് എന്ന് പറയാൻ പറ്റുള്ളൂ. മരിയ ഗൊരേത്തി അങ്ങനെ അമ്മ പറഞ്ഞ കാര്യം കേട്ട് ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിച്ചപ്പോൾ ഈ ശരീരത്തിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്താനായിട്ട് വന്ന അലക്സാണ്ടറിൻ്റെ മുമ്പിൽ പറയാൻ പറ്റി, നോ അലക്സാണ്ടർ, ഞാൻ ചെയ്യല. അങ്ങനെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ മകള് രക്തസാക്ഷിയായത്. ഇതുപോലെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് രക്തസാക്ഷിത്വം വഹിക്കാൻ പോലും തയ്യാറാകുന്ന യുവതീ-യുവാക്കന്മാർ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ വളർന്നു വന്നെങ്കിൽ മാത്രമേ സഭ, കുടുംബം,
സമൂഹം എല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയുള്ളൂ. അതുകൊണ്ട് പിശാച് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക മേഖലകളിലെ പാപം വരുത്താൻ പിശാച് കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഈ മേഖലയിൽ വിജയം വരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ സുവിശേഷം 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, വചനത്തിലൂടെ ഈശോ വർഷിക്കുന്ന ആ ഒരു ചൈതന്യം, ആ ഒരു കൃപ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ആസക്തികളിൽ, ജഡത്തിൻ്റെ ആസക്തിയിൽ, ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രവണതയിൽ നിറഞ്ഞാലേ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തികളിലെല്ലാം തകർക്കുന്ന പിശാചിൻ്റെ രണ്ടാമത്തെ ഒരു ആയുധമാണ് ദുശീലങ്ങൾ. ദുശീല പ്രവൃത്തികളിലൂടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നു. നമ്മൾ മദ്യത്തെയോ പുകവലിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ? മദ്യക്കുപ്പി തന്നെ പറയുന്നത് നമ്മൾക്കറിയാം. നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ സംസ്ഥാനത്തു നിന്നാണോ വാങ്ങിക്കുന്നത്, ആ സംസ്ഥാനത്തിൻ്റെ ഭാഷയിൽ ആ മദ്യക്കുപ്പിയുടെ പുറത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും മദ്യം ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ എന്താ പറയണത്? മദ്യക്കുപ്പി പറയാണ്, ഈ കുപ്പിക്കകത്തുള്ള എന്നെ നീ കുടിച്ചാൽ നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഞാൻ കളയും, മനസ്സിൻ്റെ ആരോഗ്യം ഞാൻ കളയും, സ്വഭാവത്തിൻ്റെ ആരോഗ്യം ഞാൻ കളയും, എനിക്ക് നിൻ്റെ ആരോഗ്യം നശിപ്പിക്കാനേ കഴിയൂ എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട്. അപ്പം മുന്നറിയിപ്പിനെ അവഗണിച്ചിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യം എന്നെ നശിപ്പിക്കും. അതുകൊണ്ട് കർത്താവ് പറയും, നീ നിൻ്റെ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ഇത് കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. കർത്താവാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ഈ ഉടമസ്ഥൻ കർത്താവാണെങ്കിൽ കർത്താവ് എപ്പോഴും നിന്നോട് ഇതിൻ്റെ കണക്ക് ചോദിക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് ശരീരത്തിലെ 2 അവയവങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാണ് കണ്ണ്. മത്തായിയുടെ സുവിശേഷം 6:22 കണ്ണാണ് നിൻ്റെ ശരീരത്തിൻ്റെ വിളക്ക്. നിൻ്റെ ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന നിൻ്റെ കണ്ണുകളാണ്. അതുകൊണ്ട് കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. അപ്പോൾ അതിനാൽ ശരീരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ദൈവിക ചൈതന്യം കൊണ്ട്, ദൈവിക കൃപ കൊണ്ട്, ദൈവിക ശക്തി കൊണ്ട് പ്രകാശിപ്പിക്കുന്നത് കണ്ണുകളാണ്. അർത്ഥമിതാ, നീ ഈ കണ്ണുകൾ കൊണ്ട് നന്മ മാത്രം, നല്ലത് മാത്രം കാണാൻ, നല്ലത് മാത്രം വായിക്കാൻ, നല്ലതിനെ മാത്രം നോക്കാൻ. ഇപ്പം നമുക്കറിയാം, ഇന്ന് നന്മയും തിന്മയും ഈ കണ്ണിലൂടെ കടന്നു വരുന്നതുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ. നേരത്തെ ഒന്നും ഇത്ര സുലഭമല്ല. ഇന്ന് വളരെ സുലഭമായിട്ട് നമ്മളെല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിനകത്തുണ്ട്. ഒരു മനുഷ്യനെ അറിവിലേക്ക്, നന്മയിലേക്ക്, വളർച്ചയിലേക്ക് നയിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ മൊബൈൽ ഫോണിനകത്ത് കിടപ്പുണ്ട്. ഇപ്പം നമുക്ക് ലോകത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അറിവ് വേണമെങ്കിൽ, നേരത്തെയൊക്കെ ഈ അറിവ് കിട്ടണമെങ്കിൽ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഏത് കാര്യമാണോ അതറിയണോ, നീ ഗൂഗിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യത്തിന് നിൻ്റെ വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം അതിനകത്തുനിന്ന് നിമിഷ നേരം കൊണ്ട് കിട്ടും. ഇതുപോലെ തന്നെ കൈ ഒന്ന് തിരിഞ്ഞാൽ, നമ്മുടെ കൈവിരൽ ഒന്ന് തെറ്റായ രീതിയിൽ ചലിപ്പിച്ചാൽ, ഇനി അതിനുവേണ്ടി മനഃപൂർവ്വം നീ പോകണമെന്നില്ല, മറിച്ച് നീ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അറിവിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ വേണ്ടാത്തതായ കാര്യങ്ങൾ നിനക്ക് അതിൻ്റെ ഒരു ക്ലൂ, ഒരു സൂചന ഇട്ടുതരും. ആ ഇട്ടുതരുന്ന സൂചനയെ നീ ഒന്ന് തൊട്ടാൽ നിന്നെ പിന്നെ കൊണ്ടുപോകുന്ന എല്ലാം കണ്ണുകളുടെ അശുദ്ധിയിലേക്കായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനെ ഞാൻ വളരെ ഗൗരവത്തോടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഓരോ പ്രാവശ്യവും ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഇതിനെ തുറക്കുമ്പോൾ എൻ്റെ കണ്ണുകളെ വിശുദ്ധിയിലല്ലാതെ
അശുദ്ധിയിലേക്ക് നയിക്കുന്നതായ കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ കിടക്കുന്ന കാര്യത്തിലേക്ക് എൻ്റെ കണ്ണ് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണിനെ കുറ്റമുള്ളതാക്കി മാറ്റാൻ, കുറവുള്ളതാക്കി മാറ്റാൻ, പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് നയിക്കാൻ സാത്താൻ നിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ എപ്പോഴും കൗതുകത്തോടെ, സൂത്രത്തോടെ, കൗശലത്തോടെ കാത്തിരിക്കുകയാണ്. അതിനെ നീ തിരിച്ചറിയണം. നിൻ്റെ കണ്ണിലൂടെ അശുദ്ധി കടന്നു വരാതിരിക്കാൻ നീ എപ്പോഴും ശ്രദ്ധാപൂർവം കാത്തിരിക്കണം. നമ്മൾ ശരീരത്തിലെ അടുത്തത് ശ്രദ്ധിക്കേണ്ട അവയവമാണ് നാവ്. കർത്താവിൻ്റെ വചനം പറയും, എന്താണ് ഇതിൻ്റെ പ്രയോജനം? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരു മനുഷ്യനും പൂർണ്ണനാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരു മനുഷ്യനും പൂർണ്ണനാണ്. എങ്ങനെ നിനക്ക് ഈ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ പറ്റും? അതുകൊണ്ട് വീണ്ടും മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാം തിരുവചനം നീ ശ്രദ്ധിക്കണം. എപ്പോഴും നിൻ്റെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. എന്താ ഇതിനർത്ഥം? നീ എന്ത് പറയണം എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നിനക്ക് പ്രേരണ തരും. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രേരണയോട് യെസ്, അതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്ന യെസ്. ആത്മാവിനോട് യെസ്, സാത്താൻ അവനോട് നോ. സാത്താനോട് നോയും പരിശുദ്ധാത്മാവിനോട് യെസ്സും. പറയുന്ന നാവ്, ആ സംസാരം നീ ശീലിക്കണം. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനങ്ങളിലെയും പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളിലും ഈ നാവിനെ, സംസാരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യം അക്കമിട്ട് പറയുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഒന്ന് ഓർപ്പിക്കുകയാണ്. പ്രഭാഷകൻ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം, വാൾത്തല അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് യുദ്ധത്തിൽ അനേകരെ കൊന്നിട്ടുണ്ട്. അടുത്ത വചനം എങ്ങനെയോ, എന്നാൽ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ, മുറിവേൽപ്പിച്ചവർ അതിലേക്കാളേറെയാണ്. ഹല്ലേലൂയ. വീണ്ടും 25-ാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ പറയണം, അതുകൊണ്ട് നിൻ്റെ നാവിന് നീ കാവല് പൂട്ട് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിനക്കെപ്പോഴും നിൻ്റെ വാക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ, വേദനിപ്പിക്കാൻ ഇടയാകരുത്. അതിന് നീ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശരീരത്തിൻ്റെ വിശുദ്ധി. നീ ജഡത്തിൻ്റെ ആസക്തി, ദുശീലത്തിൻ്റെ ആസക്തി ഓർക്കുക. ദുശീലം, മദ്യപാനം, പുകവലി, ലഹരി പദാർത്ഥം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ബാറ് അല്ലെങ്കിൽ മദ്യഷാപ്പുകൾ, അതിൻ്റെ വരുമാനം ഓരോ വർഷവും ഇരട്ടിയായിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? അത് കുടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്തൃ ബന്ധം, കുടുംബം തകരുന്നതിന് വേണ്ടി പിശാച് ഉപയോഗിക്കുന്നത് ഈ ദുശീലത്തിൻ്റെതായ അവസ്ഥയാണ്. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളിൽ മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിശാചിൻ്റെ ഒരു ആയുധം നാവിൻ്റെ ദുരുപയോഗമാണ്. അപ്പം നാവിൻ്റെ ദുരുപയോഗം, ജഡത്തിൻ്റെ ആസക്തി. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 28-ാം അധ്യായവും നിങ്ങൾ ആവർത്തിച്ച് വായിച്ച് ധ്യാനിക്കണം. അതിൽ ഓരോ വചനവും നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശവും മനസ്സിന് ആത്മീയമായ ഉത്കർഷവും നൽകുന്ന കാര്യങ്ങളാണ്. ആ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ആസക്തിയുടെ മേൽ വിജയം വരിക്കുന്നത്? അതിന് കർത്താവിൻ്റെ വചനം 3 കാര്യങ്ങൾ പറഞ്ഞുതരും. 1, നിൻ്റെ ജഡത്തിൻ്റെ ആസക്തികളെ ആരാധനയാക്കി മാറ്റണം. ജഡത്തിൻ്റെ ആസക്തികളെ നിരന്തരം ആരാധനയാക്കി മാറ്റിയാൽ ജഡിക പ്രവണതയിൽ നിന്ന്, ദുശീലാസക്തികളിൽ നിന്ന് നിനക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കും. അത് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും
കർത്താവിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ആരാധന. അപ്പം ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിക്കുക, ശരീരത്തിൻ്റെ വിശുദ്ധിയെ കർത്താവിനെ ആരാധിക്കുക. വചനം പറയാം, ഇതാണ് യഥാർത്ഥ ആരാധന. അപ്പം ഞാൻ ബലിയർപ്പിക്കുന്നോ കർത്താവിനെ ആരാധിക്കുന്നോ എന്നതല്ല. എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ എനിക്ക് ബലിയർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ, ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ എനിക്ക് ആരാധിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് യഥാർത്ഥ ബലിയർപ്പണം, അതാണ് യഥാർത്ഥ ആരാധന. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവണതകളോ ഇച്ഛകളുണ്ടോ അതിനെ ഞാൻ ആരാധനയാക്കി മാറ്റും. ആസക്തികളെ ആരാധനയാക്കി മാറ്റുമ്പോൾ ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളെ എനിക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. 2, നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റുക. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം എന്ന ബോധ്യത്തിൽ ഈ ശരീരത്തെ ആത്മാവിൻ്റെ ആലയമാക്കി മാറ്റുക. അതാണ് പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-17 തിരുവചനം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആലയം നിങ്ങൾ തന്നെ, ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലം നിൻ്റെ ശരീരം തന്നെയാണ്. ഈ ശരീരത്തെ നീ ദുർവൃത്തിക്ക് വിട്ടുകൊടുക്കരുത്. ഇതിനെ ആരാധിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാസസ്ഥലമാണെന്ന് തിരിച്ചറിയണം. ഇനി 3-ാമത്തെ ഉറപ്പാണ് എന്താണെന്നറിയാവോ? നിൻ്റെ ജഡത്തിൻ്റെ വ്യാപാരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിഹനിക്കുക, ഇല്ലാതാക്കുക. ജഡത്തിൻ്റെ വ്യാപാരം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വചനത്തിൽ അവിടെ ജഡത്തിൻ്റെ വ്യാപാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരം നമുക്കറിയാം. ദുർവൃത്തി, അശുദ്ധി, വ്യഭിചാരം, മോഷണം, കൊലപാതകം, അങ്ങനെ കുറേ പാപത്തിൻ്റെ അക്കട്ട് പറയാം. എങ്ങനെയാണ് ഈ ജഡത്തിൻ്റെ വ്യാപാരത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നത്, നിഹനിക്കാൻ പറ്റുന്നത്, അതിൻ്റെ മേൽ വിജയം വരിക്കാൻ പറ്റുന്നത്? അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനത്തിൽ പറയും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ജഡത്തിൻ്റെ വ്യാപാരത്തെ നിഹനിക്കണം, ഇല്ലാതാക്കണം, അതിൻ്റെ മേൽ വിജയം വരിക്കണം. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിൻ്റെ വിശുദ്ധി. നിൻ്റെ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ശരീരം കർത്താവിനും, കർത്താവ് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട ജീവിതമാണ്. അതിനാൽ നമ്മളിൽ ഈ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം. ഓർത്തിരിക്കണം, ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ പ്രലോഭനം കൊണ്ടുവരുന്നത് ശരീരത്തിൻ്റെ മേഖലയിലാണ്. അത് ജഡികമായ പ്രവണത, ദുശീലത്തിൻ്റെ ആസക്തി. ഈ 2 ആസക്തികളെയും ഇല്ലാതാക്കാൻ ശരീരത്തിലെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് കണ്ണും നാവും. ഇതിനെ നീ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. നാവിനെ ദുരുപയോഗിക്കരുത്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഞാൻ കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് ഈ വചനം കേട്ടപ്പോൾ ആ വചനത്തിലൂടെ എൻ്റെ കണ്ണുകളെ, എൻ്റെ ശരീരത്തെ, എൻ്റെ സ്വഭാവത്തെ എല്ലാം ഞാൻ പരിശോധിക്കുകയാണ്. ഇന്നലകളിൽ എവിടെയെങ്കിലും ഈ മേഖലകളിൽ എനിക്ക് വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് തരാത്ത, അനുവദിക്കാത്ത, ആശീർവദിക്കാത്ത ഏതെങ്കിലും കാഴ്ചകളോ ഏതെങ്കിലും സുഖങ്ങളോ ഏതെങ്കിലും താല്പര്യങ്ങളോ അതിനായി എൻ്റെ കണ്ണുകളെയോ എൻ്റെ മനസ്സിനെയോ എൻ്റെ ശരീരത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈശോയേ തെറ്റിപ്പോയി എന്ന് അനുതപിച്ച് മാപ്പ് ചോദിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.